ഒരു അരക്കപ്പളവിൽ മില്ലറ്റ് എടുത്തിട്ട് 2 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തെടുത്തതാണിത്. ഇത് ബന്യാഡ് മില്ലറ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ മില്ലറ്റും പിന്നെ ക്രഷ് ചെയ്തെടുത്ത സീർക്കോണും വെച്ചിട്ട് നല്ലൊരു സൂപ്പ് തയ്യാറാക്കാം. കൂടെ കുറേ വെജിറ്റബിൾസും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ നോമ്പ് സമയത്തൊക്കെ പൊരിച്ചതും വറുത്തതും എല്ലാം ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിച്ചാൽ അത് ആരോഗ്യത്തിനും നല്ലതാണ്. നന്നായിട്ട് വയറ് നിറയുകയും ചെയ്യും. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സൂപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ ഇല്ലെങ്കിൽ പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം. ബട്ടർ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇവ മൂന്നും എണ്ണയിൽ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ സൂപ്പിന് നല്ലൊരു ടേസ്റ്റാണ് കിട്ടുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ഒന്നിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചക്കറികൾ ഇന്നതേ ചേർക്കാവുന്ന എന്നൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന സീർക്കോണും ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ബട്ടറിൽ എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചക്കറികളെല്ലാം ഏകദേശം ഒരു 2 മിനിറ്റോളം ബട്ടറിൽ വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ബാന്യാഡ് മില്ലറ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇത് ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ചെറിയ തീ വേവിച്ചെടുക്കാം. അതല്ലെങ്കിൽ പ്രഷർ കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ട് അങ്ങനെയും വേവിച്ചെടുക്കാം. കുക്കറിലേക്ക് മാറ്റി കൊടുത്തിട്ട് വേവിക്കുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആവശ്യത്തിന് വെള്ളം ചേർത്തിരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടി പിടിക്കും. കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തന്നെ ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. അല്പം കൂടി ടേസ്റ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് മാഗിയുടെ ചിക്കൻ ക്യൂബോ വെജിറ്റബിൾ ക്യൂബോ ചേർക്കാം. അത് താല്പര്യമില്ലെങ്കിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. സെലറി കയ്യിലുണ്ടെങ്കിൽ അതും അല്പം അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റും. വളരെ തീ കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 3 വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കുക്കർ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. അത്യാവശ്യത്തിന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം കുറവാണ്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും നമ്മൾ ആദ്യം പച്ചക്കറി വഴറ്റിയ പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ട്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കും. ഇതിലേക്ക് ഇനി നമുക്ക് എത്ര ലൂസ് വേണോ അത്ര വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. വേണ്ടത്ര കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. സൂപ്പ് ഉണ്ടാക്കുമ്പോൾ കുരുമുളക് പൊടി ലാസ്റ്റ് ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. പശുവും പാലോ തേങ്ങാപ്പാലോ അല്ലെങ്കിൽ സാദാ വെള്ളമോ ചേർത്ത് ഈ സൂപ്പ് നമുക്ക് വേണ്ടത്ര ലൂസാക്കി എടുക്കാം. ഞാനിതിലേക്ക് അല്പം പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ അടുപ്പ് വയ്ക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊരു തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫാക്കിയിട്ട് ഇത് നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ പലതരം പച്ചക്കറികൾ ചേർത്തോ അല്ലെങ്കിൽ പൾസസ് ചേർത്തോ തയ്യാറാക്കി എടുക്കുന്ന സൂപ്പ് ഏത് നേരം നമുക്ക് കഴിക്കാനും നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഒരു പീസ് ബ്രെഡോ അല്ലെങ്കിൽ ഒരു പുഴുങ്ങിയ മുട്ടയോ കൂടി വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പലതരം മില്ലറ്റുകൾ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാനുണ്ട്. നമുക്ക് ഇടയ്ക്കിടെ ഓരോ മില്ലറ്റുകൾ മാറി മാറി ഉപയോഗിച്ച് ഇങ്ങനെ തയ്യാറാക്കാം. കുറച്ച് പ്രായമാകുമ്പോൾ നമ്മൾ ഇതുപോലൊക്കെയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ശീലമാക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.